ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഒരു കടല വരട്ടിയതിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി നമുക്ക് കടല തലേദിവസം നമ്മൾ കുതിർത്ത് വെച്ചതായിരുന്നു. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 വിസിൽ വരുന്നവരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ഇതൊരു ഐറ്റം മാത്രം മതി. തൈരൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ച ശേഷം ആ വേവിച്ച വെള്ളമാണ് നമ്മൾ കുറച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച കടലയാണ്, അതുകൊണ്ട് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതാണ്, ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. ആദ്യം മസാല ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടെ ചേർത്ത് കൊടുക്കാം. കടല കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായി വറ്റി നമ്മുടെ മസാലയെല്ലാം കടലയിൽ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടല വരട്ടിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാനും ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടെല്ലാം നമുക്ക് അടിപൊളി ഐറ്റമാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നമ്മുടെ കടല വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചോറിൻ്റെ കൂടെയും ചായയുടെ കൂടെയെല്ലാം കഴിക്കാൻ ഒരു അടിപൊളി ഐറ്റമാണ്. ചായയുടെ കൂടെ കഴിക്കാൻ കുറച്ച് സവോള എല്ലാം കട്ട് ചെയ്തിട്ടാൽ നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്സായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്